ഹായ് ഓൾ, വെൽക്കം ടു PSC മെമ്മറൈസ്. 2024 മെയ് 25 തൊഴിൽ വാർത്തയിൽ വന്ന കറണ്ട് അഫയേഴ്സും അതിൻ്റെ വിശദാംശങ്ങളുമാണ് ഈ വീഡിയോയിൽ പറയുന്നത്. വ്യക്തികളുടെ ശബ്ദത്തിൻ്റെ തനി പകർപ്പ് നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് സൃഷ്ടിക്കുന്ന ഓപ്പൺ AI സാങ്കേതിക വിദ്യ. ഉത്തരം വോയിസ് എഞ്ചിൻ. വെറും 15 സെക്കൻഡ് മാത്രം ദൈർഘ്യമുള്ള ഒരു വ്യക്തിയുടെ റെക്കോർഡ് ചെയ്ത ശബ്ദം ഉപയോഗിച്ച് അയാളുടെ ദീർഘ സംഭാഷണം നിർമ്മിച്ചെടുക്കാൻ വോയിസ് എഞ്ചിന് സാധിക്കും. കച്ചത്തീവ് ദ്വീപ് എവിടെയാണ്? ഉത്തരം ഇന്ത്യയ്ക്കും ശ്രീലങ്കയ്ക്കും ഇടയിലുള്ള പാക് കടലിടുക്കിൽ. തമിഴിൽ കച്ചത്തീവ് എന്നതിൻ്റെ അർത്ഥം തരിശു ദ്വീപ് എന്നാണ്. 285 ഏക്കർ മാത്രം വിസ്തൃതിയുള്ള ജനവാസമില്ലാത്ത ഈ ദ്വീപ് നിലവിൽ ശ്രീലങ്കയിലെ ജാഫ്ന ജില്ലയുടെ ഭാഗമാണ്. ആദ്യകാലത്ത് ജാഫ്ന സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്ന ദ്വീപ് 17-ാം നൂറ്റാണ്ടിൽ തമിഴ്നാട്ടിലെ രാമനാഥപുരം കേന്ദ്രീകരിച്ച രാമനാട് രാജ്യത്തിന്റെ അധീനതയിലായി. 1974-ൽ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ഇൻഡോ ശ്രീലങ്കൻ മാരിടൈം കരാറിലൂടെ കച്ചത്തീവ് ശ്രീലങ്കയുടേതാണെന്ന് അംഗീകരിച്ചു. 50 വർഷം മുൻപ് ഈ കൈമാറ്റം നടത്തിയ കോൺഗ്രസ് സർക്കാരിനെ വിമർശിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രംഗത്തെത്തിയതോടെയാണ് കച്ചത്തീവ് വീണ്ടും വാർത്തകളിൽ സ്ഥാനം പിടിച്ചത്. ഏത് കായിക കലയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് 2024 ഏപ്രിൽ 1 അന്തരിച്ച പി രവിയച്ചൻ? ഉത്തരം ക്രിക്കറ്റ്. കേരള ക്രിക്കറ്റ് ടീം ക്യാപ്റ്റനും ചേന്നമംഗലം പാലിയം കുടുംബത്തിലെ വലിയച്ഛനുമായിരുന്നു. ഗൂഗിൾ സ്ഥാപകരായ ലാറി പേജും സെർജി ബ്രിന്നും ചേർന്ന് അവതരിപ്പിച്ച ജിമെയിലിന് 2024 ഏപ്രിൽ 1 എത്ര വയസ്സ് തികഞ്ഞു? ഉത്തരം 20. മാർച്ച് 27 വാഷിംഗ്ടണിൽ അന്തരിച്ച ഡാനിയൽ കാനമൻ ഏതു നിലയിൽ പ്രശസ്തനായ വ്യക്തിയാണ്? ഉത്തരം സാമ്പത്തിക ശാസ്ത്രത്തിൽ നൊബേൽ സമ്മാനം നേടിയ മനഃശാസ്ത്രജ്ഞൻ. മനുഷ്യരുടെ സാമ്പത്തിക തീരുമാനങ്ങളെ അവരുടെ മനോവ്യാപാരങ്ങളുമായി ബന്ധപ്പെടുത്തുന്ന ബിഹേവിയറൽ എക്കണോമിക്സിന്റെ തുടക്കക്കാരനാണ്. ആമോസ് ഡെവസ്കിയുമായി ചേർന്നായിരുന്നു കാനമന്റെ പരീക്ഷണ നിരീക്ഷണങ്ങൾ. കാനമൻ രചിച്ച പ്രസിദ്ധ കൃതിയാണ് തിങ്കിങ് ഫാസ്റ്റ് ആൻഡ് സ്ലോ. ഇസ്രയേലിൽ ജനിച്ച US-ൽ താമസമാക്കിയ കാനമൻ അന്ത്യം വരെ പ്രിൻസ്റ്റൺ സർവകലാശാലയിൽ അധ്യാപകനായിരുന്നു. ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തെ പ്രദേശങ്ങൾക്കാണ് ചൈന അടുത്തിടെ വീണ്ടും പുതിയ പേരുകൾ നൽകിയത്? ഉത്തരം അരുണാചൽ പ്രദേശ്. സംസ്ഥാനത്തെ 30 സ്ഥലങ്ങൾക്കാണ് പുതിയ പേരുകൾ നൽകിക്കൊണ്ട് ചൈന സ്ഥലനാമ പട്ടിക പുറത്തിറക്കിയത്. 2017-ൽ 6-ഉം 2021-ൽ 15-ഉം 2023-ൽ 13-ഉം പ്രദേശങ്ങൾക്ക് പേര് നൽകിക്കൊണ്ടുള്ള പട്ടിക നേരത്തെ പുറത്തുവിട്ടിരുന്നു. പോർച്ചുഗലിന്റെ പുതിയ പ്രധാനമന്ത്രി? ഉത്തരം ലൂയിസ് മോണ്ടിനേഗ്രോ. നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ പുതിയ മേധാവി? ഉത്തരം സദാനന്ദ വസന്ത ദത്തെ. പൂനെ സ്വദേശിയാണ്. 26 നവംബർ മുംബൈ ഭീകരാക്രമണത്തിൽ ഭീകരരെ നേരിട്ട് പരിക്കേറ്റ ദത്തെ ധീരതയ്ക്കുള്ള രാഷ്ട്രപതിയുടെ സ്വർണ്ണ മെഡൽ നേടിയിരുന്നു. 2024-ലെ ആബേൽ സമ്മാനം നേടിയ ഫ്രഞ്ച് ഗണിതശാസ്ത്രജ്ഞൻ? ഉത്തരം മൈക്കൽ തലാഗ്രൻഡ്. നോർവീജിയൻ ഗണിതശാസ്ത്രജ്ഞനായിരുന്ന നീൽസ് ഹെൻറിക് ആബേലിന്റെ പേരിൽ നോർവേയിലെ രാജാവ് നൽകി വരുന്ന ഗണിതശാസ്ത്ര സമ്മാനമാണിത്. 2024-ലെ ഏഷ്യ കപ്പ് വനിതാ ക്രിക്കറ്റ് ടൂർണമെന്റിന് വേദിയാകുന്ന രാജ്യം? ഉത്തരം ശ്രീലങ്ക. 2024 ജൂലൈ 19 മുതൽ 28 വരെയാണ് മത്സരങ്ങൾ നടക്കുന്നത്. മൈക്രോസോഫ്റ്റ് വിൻഡോസ് ആൻഡ് സർഫസ് മേധാവിയുമായി നിയമിക്കപ്പെട്ട ഇന്ത്യൻ വംശജൻ? ഉത്തരം പവൻ ഡവലൂരി. IIT മദ്രാസ് പൂർവ്വ വിദ്യാർത്ഥിയാണ്. ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോൾ ക്ലബിൽ കളിക്കുന്ന ആദ്യ ഇന്ത്യക്കാരൻ?
ഉത്തരം ബിജയ് ഛേത്രി. യുറുഗ്വേൻ ഫുട്ബോൾ ക്ലബ്ബായ കോളൻ എഫ്സിക്ക് വേണ്ടിയാണ് കരാറിൽ ഏർപ്പെട്ടത്. മണിപ്പൂർ സ്വദേശിയാണ് ബിജയ്. ചരിത്രത്തിൽ ആദ്യമായി ഈ വർഷത്തെ മിസ് യൂണിവേഴ്സ് സൗന്ദര്യ മത്സരത്തിൽ സൗദി അറേബ്യയും പങ്കെടുക്കും. ആരാണ് രാജ്യത്തെ പ്രതിനിധാനം ചെയ്യുന്നത്? ഉത്തരം റൂമി അൽ ഖഹ്താനി. 2024 സെപ്റ്റംബറിൽ മെക്സിക്കോയിൽ വെച്ചാണ് വിശ്വസുന്ദരി മത്സരം നടക്കുന്നത്. അമേരിക്കൻ ബിസിനസ് മാഗസീനായ ഫോബ്സ് മാസിക തയ്യാറാക്കിയ 2024 ആഗോള അതിസമ്പന്നരുടെ പട്ടികയിൽ ഒന്നാമതെത്തിയത്? ഉത്തരം ബെർണാഡ് അർണോൾഡ്. ലൂയി വിട്ടൺ എന്ന ഫാഷൻ കമ്പനിയുടെ ഉടമയാണ് ഫ്രഞ്ചുകാരനായ അർണോൾഡ്. 19.34 ലക്ഷം കോടി രൂപയാണ് ആസ്തി. ടെസ്ല, സ്പേസ് എക്സ് എന്നിവയുടെ ഉടമസ്ഥയായ 52കാരൻ ഇലോൺ മസ്ക് ആണ് രണ്ടാമത്. ആസ്തി $19,500 കോടി. ആമസോൺ ഉടമ 60കാരനായ ജെഫ് ബെസോസ് ആണ് മൂന്നാം സ്ഥാനത്ത്. ആസ്തി $19,400 കോടി. ഇന്ത്യക്കാരിൽ $11,600 കോടി ആസ്തിയുള്ള റിലയൻസ് ഇൻഡസ്ട്രീസ് ചെയർമാൻ മുകേഷ് അംബാനിയാണ് ഒന്നാം സ്ഥാനത്ത്. ആഗോളതലത്തിൽ ആദ്യ പദത്തിൽ ഇടം പിടിച്ച ഏക ഇന്ത്യക്കാരൻ ഇദ്ദേഹമാണ്. മലയാളികളായ അതിസമ്പന്നരിൽ ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലി ഒന്നാം സ്ഥാനം നിലനിർത്തി. 2024 ഏപ്രിൽ 2 അന്തരിച്ച ഹുവാൻ വിൻസെന്റ് പെരേസ് മോറ ഏത് നിലയിലാണ് ശ്രദ്ധേയനായിരുന്നത്? ഉത്തരം ലോകത്തെ ഏറ്റവും പ്രായമേറിയ പുരുഷൻ. 2022 ഫെബ്രുവരി 4 ജീവിച്ചിരിക്കുന്ന ഏറ്റവും പ്രായമേറിയ പുരുഷൻ എന്ന റെക്കോർഡിനുള്ള സാക്ഷ്യപത്രം ഗിന്നസ് അധികൃതർ മോറയ്ക്ക് നൽകിയത്. അന്ന് 112 വയസ്സും 253 ദിവസവുമായിരുന്നു പ്രായം. 1909 മെയ് 27 എൽ കോബ്രെ പട്ടണത്തിൽ ജനിച്ച മോറയ്ക്ക് 11 മക്കളും 41 പേരക്കുട്ടികളുമുണ്ട്. അർബുദ കോശങ്ങളെ ആക്രമിക്കാൻ രോഗിയുടെ T സെല്ലുകളെ സജ്ജമാക്കുന്ന രാജ്യത്തെ ആദ്യ അർബുദ ജീൻ തെറാപ്പി ആരംഭിച്ചു. പേര്? ഉത്തരം CAR-T സെൽ തെറാപ്പി. മനുഷ്യ ശരീരത്തിലെ പ്രതിരോധ സംവിധാനത്തിൽ നിർണായക സ്ഥാനമുള്ള ശ്വേതരക്താണുക്കളാണ് T സെല്ലുകൾ. അർബുദം ബാധിച്ച കോശങ്ങളെ ആക്രമിക്കാൻ T സെല്ലുകളെ പ്രാപ്തമാക്കുന്നതാണ് ചികിത്സാരീതി. IIT ബോംബെയും ടാറ്റ മെമ്മോറിയൽ സെന്ററും ചേർന്നാണ് ജീൻ അധിഷ്ഠിത ചികിത്സ വികസിപ്പിച്ചത്. ലോക ഹോമിയോപ്പതി ദിനം എന്നാണ്? ഉത്തരം ഏപ്രിൽ 10. ഹോമിയോപ്പതി എന്ന ചികിത്സാശാസ്ത്രം കണ്ടെത്തിയ ജർമ്മൻ വൈദ്യശാസ്ത്രജ്ഞനായ ഡോക്ടർ സാമുവൽ ഫെഡറിക് ക്രിസ്ത്യൻ ഹനിമാന്റെ ജന്മദിനമാണ് ഹോമിയോപ്പതി ദിനമായി ആചരിക്കുന്നത്. ചന്ദ്രനും മറ്റ് ആകാശഗോളങ്ങൾക്കുമായി ഏകീകൃത സമയക്രമം തയ്യാറാക്കാൻ ഏത് രാജ്യത്തെ സർക്കാരാണ് അവിടുത്തെ ബഹിരാകാശ ഏജൻസിക്ക് നിർദ്ദേശം നൽകിയത്? ഉത്തരം USA. നാസയ്ക്കാണ് നിർദ്ദേശം നൽകിയത്. വിവിധ രാജ്യങ്ങളിലെ സർക്കാരുകളും സ്വകാര്യ ഏജൻസികളും ബഹിരാകാശക്കിട മത്സരം നടത്തുന്ന പശ്ചാത്തലത്തിലാണ് 2026 അവസാനത്തോടെ ഏകീകൃത ചാന്ദ്ര സമയം തയ്യാറാക്കാൻ വൈറ്റ് ഹൗസ് നിർദ്ദേശിച്ചത്. ഇതോടെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയ പോയിന്റ്സ് ഒക്കെ ഡിസ്കസ് ചെയ്തിരിക്കുന്നു. ബാക്കിയുള്ള പോയിന്റ്സ് അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ദയവായി ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക് യു.